എല്ലാ കൂട്ടുകാർക്കും ടെക് ബ്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമാകും. അതായത് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ നോട്ട്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നാം കാണുന്ന എവിടെ നിന്നെങ്കിലും ഫോട്ടോയിലൂടെയോ അതോ ക്യാമറ ഉപയോഗിച്ച് നാം ടൈപ്പ് ചെയ്യുന്നത് പോലെ എങ്ങനെ കൊണ്ടുവരാം, ടെക്സ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഭിത്തിയിലോ മറ്റോ കാണുന്നതാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അത് നാം ടൈപ്പ് ചെയ്ത പോലെ കിട്ടും. നാം ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, വാട്സാപ്പ് ഉപയോഗിച്ച് ഷെയർ ചെയ്യാം, അങ്ങനെ എക്സെട്ര ചെയ്യാം. എന്തായാലും എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് യുവർ ലാംഗ്വേജ് എന്നുള്ളത്. ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജുകൾ ഓൾറെഡി ഇതിനകത്ത് ഡൗൺലോഡഡ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഞാനിപ്പോൾ മലയാളമാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒട്ടനവധി ഭാഷകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഡച്ച്, ഇംഗ്ലീഷ്, റഷ്യൻ തുടങ്ങിയ കുറച്ച് ഭാഷകൾ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. അവയൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനിപ്പോൾ മലയാളം ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ മലയാളം ഡൗൺലോഡായി. ഇപ്പോൾ എനിക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ. അത് നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തി നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ എന്നാൽ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് ഇത് ഓഫ്ലൈനായി മലയാളം യൂസ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇത് എങ്ങനെ വർക്കിംഗ് നോക്കാം. മുകളിൽ ഒരു ക്യാമറ ബട്ടൺ ഉണ്ട്. അത് അമർത്തുമ്പോൾ നമുക്ക് ക്യാമറ ഓപ്പൺ ആവുകയും നമുക്ക് ഏത് ആണോ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് അത് നമുക്ക് ആ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഭാഗം സ്കാൻ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് സ്കാൻ ചെയ്യാം. അതായത് നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് ആ ഭാഗത്തിന്റെ ഫോട്ടോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എടുക്കണം. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് എവിടെയാണോ, അതായത് ഇപ്പം അത് ലോഡ് ആയതിനു ശേഷം നമുക്ക് എത്ര വേണോ ആവശ്യം അത് മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട്. ക്രോപ്പ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് റൊട്ടേറ്റിംഗ് ഓപ്ഷൻസും ഉണ്ട്. ഒരുപാട് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. എനിക്കിപ്പോൾ താഴത്തെ 2 പാരഗ്രാഫാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അത് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കാൻ ഇവിടെ താഴെയുള്ള റൊട്ടേറ്റ് ബട്ടണുകളിൽ അമർത്തിയാൽ നമുക്ക് ഈ സ്ക്രീനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാനും കഴിയും ഇതുപോലെ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താഴത്തെ 2 പാരഗ്രാഫാണ് ആവശ്യമായതാണ്. ഞാൻ അത് മാത്രം ക്രോപ്പ് എടുക്കാനായി സെലക്ട് ചെയ്യുകയാണ്. അതിന് ശേഷമുള്ള താഴെ കാണുന്ന നീല ബട്ടൺ, ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജ് ക്രോപ്പ് ആവുകയും ചെയ്യും. കൂടാതെ നമ്മളടുത്ത് ചോദിക്കും എത്ര കോളംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇത്. അതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ നമുക്ക് ചോദിക്കും. ഇവിടെ ഇംഗ്ലീഷ് ഓൾറെഡി ഉള്ളതിനാൽ നാം മാറ്റേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് സ്കാനിങ് പ്രോസസ്സ് നടന്നു ഏകദേശം 1 തൊട്ട് 100 വരെ ഓടിയതിനു ശേഷം നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് നാം ടൈപ്പ് ചെയ്തത് പോലെ ആക്കി കിട്ടും. ഇതിപ്പം 100% പ്രോസസ്സായി. അതിനുശേഷം ഡോക്യുമെന്റ് സേവ് ആയി കഴിഞ്ഞു. ഇപ്പം കണ്ടോ, ഞാനിപ്പോൾ കോപ്പി ചെയ്ത് മുഴുവനായി ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതെനിക്ക് ഷെയർ ചെയ്യാം, കോപ്പി ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ്, നേരത്തെ ഞാൻ കാണിച്ച ഒരു ആപ്ലിക്കേഷനുള്ള ട്രാൻസ്ലേറ്റർ, അതുപയോഗിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. വേണമെങ്കിൽ PDF രൂപത്തിലേക്ക് നമുക്കിത് മാറ്റുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് കാണുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. ഇനി ഞാൻ നിങ്ങളെ മലയാളം എങ്ങനെ ഇതുപോലെ ചെയ്യാമെന്ന് കാണിക്കാം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് ഏതാണോ ആ ടെക്സ്റ്റിന്റെ ആ ഭാഗം, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഫോട്ടോ എടുക്കുക. ഇതിപ്പോ ഞാനൊരു പഴയ മലയാളം പുസ്തകമാണ് ഇപ്പൊ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ മലയാളത്തിലെ അച്ചടി ഭാഷയുമായി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിനുണ്ട്. അത് എങ്ങനെ എന്ന് നോക്കാം. ഇപ്പൊ എനിക്ക് ആവശ്യമുള്ളത് മാത്രം നേരത്തെ സെയിം പ്രൊസീജിയർ മാത്രമാണ്. ഇവിടെ ആകെ വ്യത്യാസം വരുന്ന ലാംഗ്വേജിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഞാൻ ഇത് നേരത്തെ പോലെ ബ്ലൂ ആരോ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് വരുന്ന ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് വരുന്നുണ്ട്. അവിടെ നമുക്കിപ്പം മലയാളം മാത്രം കൊടുത്താൽ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഹിന്ദി ആണെങ്കിൽ അതിന് പകരം ഹിന്ദി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏത് ഭാഷയാണോ വേണ്ടത് ആ ഭാഷ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുത്താൽ നേരത്തെ പോലെ തന്നെ 100% ആകുമ്പോൾ ഇത് മാറും. അതിനുശേഷം നമുക്ക് ഷെയർ ചെയ്യോ ട്രാൻസ്ലേറ്റ് ചെയ്യോ അതിനുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇതിപ്പം ഇവർ സ്കാനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് അവൈലബിൾ ആയത് ഞാനിപ്പം കണ്ട ടെസ്റ്റ് ഇപ്പം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത പോലെ ആയി കിട്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.